നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമയാണ് 2013 പുറത്തിറങ്ങിയ ഈ സിനിമ 2026 നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ മലകളിൽ നിന്ന് കൊട്ടാരങ്ങളിൽ നിന്ന് മലയാളത്തിനെ തെരുവിലേക്ക് എത്തിച്ചു എന്നതിലുപരി എനിക്ക് തോന്നുന്നു ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്യാമ്പസ് രാഷ്ട്രീയം രജനീശാനന്ദിന്റെ ആത്മഹത്യയാണെങ്കിൽ നമ്മളത് കൊലപാതകം തന്നെ പറയണല്ലോ, സിസ്റ്റം കൊന്നതാ. പിന്നീട് പല സീനുകളിലും കയ്യിലൊരു പുസ്തകമുണ്ട്. അപ്പൊ അതൊരു ക്ലോസ് ഷോട്ട് വന്നപ്പോ ശ്രദ്ധിച്ചപ്പോ അത് ലോക സിനിമയിലെ ഫത്താക്കിന്റെ ഇൻ ജൂലൈ അത് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറയുന്ന അത് വെറും ഒരു പോയറ്റിക് ആയിട്ടുള്ള പേരല്ല. എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ് എന്ന് പറയുന്ന നായകൻ. ഒരു ആത്മീയ അന്വേഷണം, സെൽഫ് ഡിസ്കവറി പോലെയാണ് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ എവിടെയൊക്കെ വരാത്ത സ്ത്രീവിരുദ്ധമാവും. കേരളത്തിലെ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന അഡ്വഞ്ചേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചാർലിയുടെ തുടക്കം ഒരുപക്ഷെ നീലാകാശി കാണാം. ബംഗാളും കേരളവും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചൊക്കെയുള്ള കാശിയുടെ യാത്രയും സുനിയുടെ യാത്രയും എന്താണ് ഈ രണ്ട് യാത്രകൾ? ടെക്നിക്കലിയും സിനിമ വളരെ ബ്രില്യന്റ് ആണ്. ഉദാഹരണത്തിന് ചെറുപ്പക്കാരുമായിട്ട് എങ്ങനെ കണക്ട് ആവും? കാശിയുടെ ഒരു ക്യാരക്ടർ ആർക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ചെഗുവേരയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച യാത്രയാണ്. അതുകൊണ്ട് മാത്രമാണ് സുനി കാശിയോടൊപ്പം യാത്ര പുറപ്പെടുന്നത്. മണിപ്പൂർ നോക്കിയാൽ മതി കേട്ടോ. ഇതിൽ ആസാമാണ് കാണിക്കുന്നതെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിൽ മണിപ്പൂർ എന്ത് സംഭവിക്കും നമ്മൾ നോക്കിയാൽ മതി. അതെ, നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി മലയാളി യുവത്വത്തോട് ചെയ്തത് എന്ത് എന്നായിരുന്നു ചോദ്യം. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത്?